അയോധ്യയിലെ റാം ടെമ്പിളിലെ കൊള്ള അതിനെ സംബന്ധിച്ച് ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലൊരാൾ അവിടുത്തെ ചമ്പത് റായ് എന്ന് പറഞ്ഞ രാമജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ വീട്ടിൽ നിന്ന് ഏകദേശം 20 ലക്ഷം രൂപയോളം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചമ്പത് റായിയുടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏകദേശം 8 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരാണ് അവിടെ വരുന്ന ഡൊണേഷൻസ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാമക്ഷേത്രം പണിയുന്ന അന്നു മുതൽ പണം അങ്ങോട്ട് ഒഴുകുകയാണ്. ഇപ്പം രാമക്ഷേത്രം പണിതതിന് ശേഷം അവിടെ വരുന്ന പണങ്ങളെല്ലാം എല്ലാ ദിവസവും വളരെയധികം ആൾക്കാർ അവിടെ ഇരുന്ന് അത് കൗണ്ട് ചെയ്ത് സ്വർണമായിട്ടും വെള്ളിയായിട്ടും ഡയമണ്ടായിട്ടും വരുന്ന സാധനങ്ങളും അതോടൊപ്പം ക്യാഷായിട്ട് വരുന്നതും എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജോലി ചെയ്ത 8 പേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ചില വീടുകളിലൊക്കെ റെയ്ഡ് നടത്തി കുറേ ലക്ഷക്കണക്കിന് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം അയോധ്യ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായിട്ടുള്ള അവരെ ഇൻവെസ്റ്റിഗേഷൻ വെളിയിലേക്ക് വന്നപ്പം വലിയ കൊള്ളയാണ് നടന്നതെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് ഇമ്മീഡിയറ്റായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇവരുടെ ഈ ട്രസ്റ്റിയുടെ മുകളിൽ നിൽക്കുന്ന 3 പേരുണ്ട്. ചമ്പത് റായിക്ക് ഇപ്പോൾ 79 വയസ്സുണ്ട്. അദ്ദേഹം RSSൻ്റെ പ്രചാരകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ജീവിതം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം RSSൻ്റെ പ്രചാരനായി വളരെയധികം സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പ്രചാര വേല നടത്തുകയും ചെയ്ത ശേഷം അദ്ദേഹം VHPയിൽ ചെയ്യുന്നു, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവായിട്ട് അദ്ദേഹം പിന്നീട് വരികയും ചെയ്തു. അതിനുശേഷമാണ് നമുക്കറിയാം ആ VHPയുടെ നേതാവായിട്ട് എല്ലാവരും ഇദ്ദേഹത്തിനെ അംഗീകരിക്കുകയും വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നതും പ്രവൃത്തിയെടുക്കുന്ന ആളാണെന്ന് മനസ്സിലായതുകൊണ്ട് അവരെന്ത് ചെയ്തു, 2019 സുപ്രീം കോടതി റാം ടെമ്പിൾ പണിയാനായിട്ട് ക്ലിയറൻസ് കൊടുത്തപ്പം അതിൻ്റെ തലപ്പത്ത് ഇദ്ദേഹം തന്നെയായിരുന്നു, ചമ്പത് റായ്. ഇപ്പോൾ 79 വയസ്സുണ്ട് അദ്ദേഹത്തിന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കാരണം കള്ളവും ചതിയും ഒന്നും ഉണ്ടെന്ന് അന്ന് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അന്ന് ഇല്ല എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരും അദ്ദേഹത്തിനെ ബഹുമാനിക്കുകയും ആ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയ അന്ന് മുതൽ 2019 മുതൽ അതിനോടനുബന്ധിച്ചുള്ള സ്ഥലം വാങ്ങുന്നു. 100 കണക്കിന് ഏക്കർ സ്ഥലം പലരുടെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിച്ച് അത് മുഴുവൻ പ്രമാണം ചെയ്തിട്ടുണ്ട്. അതുപോലെ റാം ടെമ്പിളിൻ്റെ ട്രസ്റ്റിയായിട്ട് ഇദ്ദേഹം ആണ് അന്ന് മുതലേ വർക്ക് ചെയ്യുന്നത്. കാരണം ധാരാളം കോടിക്കണക്കിന് രൂപ രാമഭക്തന്മാരും ഹിന്ദു ട്രസ്റ്റികളും മറ്റും ഇങ്ങോട്ട് പണമൊഴുക്കിയിരുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് റാം ടെമ്പിള് പണിയാൻ സാധിച്ചതും അതിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ ആവശ്യമായ അതിന് ചുറ്റുവട്ടത്തുള്ള പല ആൾക്കാരും ജീവിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളെല്ലാം പലതും വാങ്ങിക്കേണ്ടി വന്നു. രാമക്ഷേത്രത്തിൻ്റെ ആ പ്ലാൻ അനുസരിച്ച് വന്നപ്പം അതിന് ചുറ്റുവട്ടത്തുള്ള ഏക്കർ കണക്കിന് 600 ഏക്കറോളം വാങ്ങിച്ചു കൂട്ടേണ്ടി വന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ചമ്പത് റായ് തന്നെയായിരുന്നു. കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് പിന്നെ അതിൻ്റെ ഫൈനാൻസ് വന്നു ചേരുന്നതിൻ്റെ മുഴുവൻ കണക്കും ഇദ്ദേഹത്തിൽ കൂടിയായിരുന്നു ആ ഫൈനാൻസ് മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ തീർത്ഥയാത്രക്കാർ പിൽഗ്രിം മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ കോർഡിനേഷൻ ഇദ്ദേഹമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഗവൺമെൻറ് ഏജൻസി ഈ കൺസ്ട്രക്ഷൻ സമയത്ത് അവരുമായിട്ടുള്ള നെഗോഷിയേഷൻസ്, സ്ഥലം വാങ്ങുന്നതിൻ്റെ ഡിസ്പ്യൂട്ടും അതുപോലെ തന്നെ പണിയുന്നതിൻ്റെ കാര്യത്തിലും അവിടെ കറണ്ടിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ 100,000 ഏജൻസികളുമായിട്ടുള്ള നെഗോഷിയേഷൻസ് എല്ലാം ഈ VHPയുടെ ഈ അംഗം ഇദ്ദേഹം തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് നടത്തിയത്. അദ്ദേഹത്തിനെ സഹായിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്. അനിൽ മിശ്ര എന്ന് പറഞ്ഞ ആളുണ്ട്, ടെമ്പിൾ കൺസ്ട്രക്ഷൻ്റെ ഇൻചാർജ് ഗോപാൽ റാവു. അപ്പോൾ ഇവർ 3 പേരുമാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്. അവിടെയാണ് ഇപ്പം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അതിനകത്ത് പങ്കുണ്ടോ ഇല്ലെന്ന് അറിയാം, പക്ഷേ അദ്ദേഹം രാജിവെച്ചതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അവിടെ കോടിക്കണക്കിന് രൂപ
ഇപ്പം ദൈനംദിനം അവിടെ ആ റാം ടെമ്പിളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. രൂപ മാത്രമല്ല വരുന്നത്, അതിനകത്ത് ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ ഡയമണ്ട്, അതുപോലെ ധാരാളം സാധനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഈ 8-10 പേരാണ് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അതിന് 2019 മുതൽ ഈ കൺസ്ട്രക്ഷൻ്റെ അന്ന് മുതൽ ധാരാളം പണങ്ങൾ വരുന്ന ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് ഈ പുതിയ ക്ഷേത്ര സമിതി രൂപീകരിക്കാനായിട്ട് അവിടെ 7 നിർണായക ഒരു യോഗം വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കണം അവിടുത്തെ പ്രവർത്തനം മുന്നോട്ട്. കാരണം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ധാരാളം റിക്കവറി നടന്നിട്ടുണ്ട്. ഇനി അവരെ ചോദ്യം ചെയ്തിട്ട് കസ്റ്റഡി വാങ്ങിച്ചിട്ട് അവർ പണം എവിടേക്കാണ് നിക്ഷേപിച്ചെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ധാരാളം വർക്കുകൾ ഇനിയും പോലീസിന് അവിടെ അയോധ്യ ചെയ്യാനുണ്ട്. അതേ സമയത്ത് അവിടെ UP-യിലെ റായ് എന്ന് പറഞ്ഞ അവിടുത്തെ PCCയുടെ പ്രസിഡൻറ്റ് അടിയന്തരമായിട്ട് ഈ കേസിനകത്ത് സുപ്രീം കോടതി ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ ഭാരവാഹികളും അങ്ങനെയുള്ള വ്യത്യസ്തമായ ആൾക്കാരും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ സുപ്രീം കോടതിയുടെ സൂപ്പർവിഷനോട് നേരിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. നമുക്കറിയാമല്ലോ കേരളത്തിലെ ശബരിമലയിലെ പ്രശ്നങ്ങൾ അതിലേക്ക് ഈ തട്ടിപ്പും വെട്ടും കണ്ടുപിടിച്ചത്, അതിലേക്ക് നടപടിയിലേക്ക് നീങ്ങിയത് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അതുകൊണ്ടാണ് അവരുടെ ഒരു സൂപ്പർവിഷനിലാണ് ആ കേസിൻ്റെ അന്വേഷണം വരെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് രാമക്ഷേത്രവും അത് സുപ്രീം കോടതിയുടെ ഒരു അന്വേഷണത്തിൽ വേണം, സൂപ്പർവിഷനിൽ വേണം ഈ തട്ടിപ്പും വെട്ടും ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നും. അതുതന്നെയല്ല, ഈ ഭാരവാഹികൾ ഈ അണികൾ മാത്രമല്ല ഇതിനകത്ത് പണം തട്ടിച്ച് വെട്ടിക്കൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിലും പരിഗണിക്കേണ്ടി വരും. ചമ്പത് റായിയെ പറ്റിയുള്ള ആരോപണം ഇതുവരെ ഒന്നുമില്ലാതിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പം ആരോപണം പൊങ്ങി വന്നിട്ടുണ്ട്. UP കോൺഗ്രസിൻ്റെ അജയ് റായ് ചീഫ് പറയുന്നത്, അജയ് റായ് ചമ്പത്തിനെ കേസിനകത്ത് ഉൾപ്പെടുത്തണം, കാരണം അദ്ദേഹം അറിയാതെ ഈ തട്ടിപ്പും വെട്ടും നടക്കില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കൊള്ളയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇപ്പം കോടിക്കണക്കിന് രൂപ അവിടെ വന്നിരിക്കുന്ന ആ ഭക്തജനങ്ങൾ അവിടെ ഓഫർ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം വളരെയധികം അടിച്ചു മാറ്റിയതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്തകൾ.